ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ മടക്കി വിളിക്കുകയാണ്. സൂര്യനെ മടക്കി വിളിച്ച് അലിയാരെ അസർ നിസ്കരിക്കുന്നു. എന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്നു. ഈ സംഭവം ഉദ്ധരിച്ച് മൂപ്പര് പറയാണ്, ഇത് അലിയാരെ കറാമത്താണ്, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അയാൾ ചോദിക്കുക, വെല്ലുവിളിക്കുക, ഇന്ന് കുറെ അഖ്താബീങ്ങൾ എന്ന് പറയുന്നവരില്ലേ, ഇന്ന് കുറെ ഷെയ്ഖാണെന്ന് പറയുന്നവരില്ലേ, അവർക്ക് ധൈര്യമുണ്ടോ സൂര്യനെ വെല്ലുവിളിക്കുക, സൂര്യനെ മടക്കി വിളിക്കാൻ? ആരെയാ വെല്ലുവിളിക്കുന്നത്? മൊയ്ലാരല്ല, സംഘടനയല്ല, ശൂറയല്ല, അഖ്താബീങ്ങളെ, ഔലിയാക്കളെ, മശായിഖന്മാരെ, അവരെ വെല്ലുവിളിച്ച് ചോദിച്ചിട്ട് അദ്ദേഹം രേഖപ്പെടുത്തുക, ഒരിക്കലും സാധ്യമല്ല എന്ന്. നോക്കൂ നിങ്ങൾ, ഇതല്ലേ മശായിഖന്മാരുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ പിന്നെ കുറച്ച് വിവരവും സ്വാധീനവും കുറച്ച് രാഷ്ട്രീയ ബന്ധവും ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുമോ? ആരെയാ വെല്ലുവിളിക്കുന്നത്? ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ആ വെല്ലുവിളി. സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ നിന്ന് കൊടുത്ത് അസ്തമിക്കാതെ നിന്ന് കൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും ആണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ, ആർക്കും സാധിക്കില്ല. ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരിലല്ല. അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ. അതൊരിക്കലും വരില്ല. അല്ലാഹുവിന്റെ റസൂൽ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? അഖ്താബീങ്ങളെ, മശായിഖന്മാരെ, ഔലിയാക്കന്മാരെ. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കി. ആരെ നിലവാരത്തിലേക്കാണ് താന്നുപോയത്? അബൂജഹലിന്റെ നിലവാരത്തിലേക്ക്. അബൂജഹലാണ് അത്. ആരെ വെല്ലുവിളിച്ചത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. കേരളത്തിലെ മൗലവിമാർ ഓരോ ഗ്രാമങ്ങളിലും നടന്ന് വെല്ലുവിളിച്ചതാണ്. മുഹയ്യദ്ദീൻ ശൈഖിന് അങ്ങനെ കഴിവുണ്ടെങ്കിൽ ഇതൊന്ന് സംഭവിക്കട്ടെ. നടത്തുമ്പോ വെള്ളം ക്ലാസ്സിൽ നിന്ന് കുടിച്ച് മൗലവി ക്ലാസ് അവിടെ വെച്ച് മുഹയ്യദ്ദീൻ ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിലൊന്ന് വെള്ളം വരട്ടെ. അപ്പോ ഹസൻ മുസ്ലിയാർ പറഞ്ഞു അത്രേ, ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇതിലൊന്ന് വെള്ളം വരട്ടെ. നിങ്ങൾ പറഞ്ഞ സമയത്ത് വരുത്താനുള്ളവരെല്ലാവർ, അവർക്ക് അതിൻ്റെതായ സമയമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ച കഥ പറഞ്ഞേക്കാം. ഈ മൗലവിമാരുടെ ആ ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നില്ലേ ഇവർ? എന്തൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തമല്ലേ? അത് പാണക്കാട് സാദാത്തീങ്ങൾക്ക് മശായിഖന്മാരെ പിന്തുണയുണ്ട് എന്നതിൻ്റെ രേഖയല്ലേ? സാദാത്തീങ്ങളിൽ ഇന്ന് നേതൃത്വം വഹിക്കുന്ന തങ്ങളവറുകളുടെ പ്രഭാഷണം, അതിൻ്റെ നേരെ എതിര് അതേ ദിവസം ഔലിയാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. എന്നാലോ ആ വെല്ലുവിളി നേരെ തിരിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് തന്നെ. കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വലിയാണ്, ശൈഖാണ്, സുൽത്താനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഇനി പറയാൻ മധുഹൊന്നും ബാക്കിയില്ല. കർണാടകയിൽ നിന്ന് ഇദ്ദേഹം ഔലിയാക്കളെ വെല്ലുവിളിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസം അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി നിങ്ങൾക്ക് കേൾക്കാം. ലോകത്തിന്റെ വിജയത്തിന്റെ ആധാരം ഉസ്താദന്മാർക്കേക്കാൾ അപ്പുറം. ഞാനൊരു മർക്കസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞാൻ സഖാഫിയായി അവിടെ സിൽവർ ജൂബിലി നടക്കുമ്പോൾ 2001 ബിരുദമെടുത്ത ആളാണ് ഞാൻ. എൻ്റെ ഉസ്താദാണ് മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആര് ആണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കല്ലേ എൻ്റെ വിഷയങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ, എൻ്റെ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിലുള്ള ശൈഖ് അത് സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് ആണ് എന്നത് നമുക്ക്. അപ്പൊ ആ ചോദ്യം അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് തിരിച്ച് വരികയാണ്. ഞങ്ങൾ പറയുന്നു
നിങ്ങളാണ് ഈ കാലഘട്ടത്തിന്റെ വലിയെന്നും സുൽത്താനെന്നും ശൈഖുൽ മശായിഖ് അസ്റെന്നുമൊക്കെ പറഞ്ഞ നിങ്ങളോട് ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ അഖ്താബീങ്ങളെ, ഔലിയാക്കളെ, മശായിഖിനെ വെല്ലുവിളിച്ച അദ്ദേഹത്തോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ, സൂര്യനെ ഒന്നും മടക്കി വിളിച്ച് കറാമത്ത് കാണിക്കണ്ട, അതേ സമയത്ത് ഒരു കടുകുമണി ഞങ്ങളൊരു സ്ഥലത്ത് വെക്കാം, ആ കടുകുമണിയെ തന്റെ കറാമത്ത് കൊണ്ട് ഒന്നനക്കിത്തരാൻ സാക്ഷാൽ സുൽത്താൻ എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ കാണിക്കണം. കളി ഔലിയാക്കന്മാരോട് വേണ്ട, മശായിഖന്മാരോട് വേണ്ട. അതൊക്കെ ശിഷ്യന്മാരങ്ങോട്ടും സുൽത്താന്മാരിങ്ങോട്ടും വെല്ലുവിളിച്ചാൽ മതി. ഇത് അള്ളാഹുവിൻ്റെ ഭാഗമാണ്, ഇത് ഔലിയാഉള്ളയാണ്, ഇത് അഹ്ലുള്ളയാണ്. അവരോട് വെല്ലുവിളിക്കാനൊന്നും ഒരുത്തനും ഇവിടെ വളർന്നിട്ടില്ല എന്ന് പറയേണ്ടതിൻ്റെ ചുമതല സാബിയത്തു സൂഫിയക്കുള്ളതുകൊണ്ടാണ് ശൈഖുനയുടെ ഉറൂസിൽ വന്ന് ഇത്തരം പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ മൗലിയാക്കൾ ഉറൂസിൽ പോയി പറയരുത് എന്ന അതിശക്തമായ താക്കീത്